ഗുഡ് മോർണിംഗ്. ഇന്നിങ്ങനെ പക്ഷെ മീൻ കിട്ടിയിട്ടാ. ഹൈക്കോറ, കിങ് ഫിഷ്, നല്ല വലിപ്പുണ്ടല്ലോ. സുറുമൈ നല്ല വലിപ്പമുണ്ട്. അതിനെന്താ പരിപാടി? ചെയ്തോണ്ട് ഓൺലി ഫ്രൈ. അതുകൊണ്ട് ഫ്രൈ കൂട്ടാനെല്ലാം ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? നല്ലതാണെന്ന് തോന്നുന്നു. നല്ല വലിപ്പമുണ്ട് കേട്ടോ. അടിപൊളി. ഇത് മുറിക്കൊന്നും വേണ്ടല്ലോ, കറക്റ്റ് അല്ലേ? ഇതിപ്പോൾ എന്താ മസാല പറ്റി വയ്ക്കാം അല്ലേ? മസാല പറ്റി വയ്ക്കാം. കുറച്ച് നേരമെങ്കിലും മസാല പറ്റി വെച്ചാൽ അതിൻ്റെ പിടിച്ച് ടേസ്റ്റ് വരുള്ളൂ. എത്ര ദിവസമായി മത്സ്യം മേടിച്ചിട്ട്? പിന്നെ വലിയ മീൻ കൂട്ടി കുറേ ആയി. നാട്ടിലെ കിട്ടണ ഭയങ്കര, അത് ഒരു പറയാൻ പറ്റില്ല, നല്ലതാണ്. ഇപ്പം ധൈര്യമില്ലേ മേടിക്കാൻ. നാട്ടിലും വിലയുണ്ട്. നമ്മളെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ മീനുകളൊക്കെ ശരിക്കും ഈ നവരാത്രി കാലത്താണ് വരിക. പക്ഷെ എല്ലാം കുറവാണ് ഈ അയക്കാണത്. നല്ല പല സ്ഥലത്തുനിന്നല്ലേ വരുന്നത്. നവരാത്രി കാലത്ത് നമുക്ക് മേടിക്കാനും പറ്റില്ല. നവരാത്രി കാലത്ത് നല്ല ചീപ്പും നല്ല മീനുകൾ കിട്ടുക. എത്ര പീസ് ഉണ്ട്? പീസ് ഉണ്ട്. ഇത് ശരിക്കും ബിരിയാണി ഉണ്ടാക്കാൻ പറ്റിയ നല്ല അത്രയും വലുതാണ്. ഇതാണ് ബിരിയാണിക്ക് വേണ്ടത്. ഇനി പിന്നെ ഒരു ദിവസം ഉണ്ടാക്കാം. ഇതിലിപ്പോ എന്താ സാധാരണ മസാല തന്നെയല്ല? അല്ല, ഇത് കുറെ ചീനമുളക് നമ്മൾ കൊണ്ടുവന്നിട്ടില്ലേ? അപ്പൊ ചീനമുളക് എന്നും ചീനമുളക് തന്നെ ചീനമുളക് കുറച്ച് ഇത്ര ചീനമുളക് എടുത്തിട്ടുണ്ടേ. അത് ഇവര് ഹോട്ടലിൽ നിന്ന് കഴിച്ചു പറഞ്ഞ അന്ന് മുതൽ തുടങ്ങിയതാ മാധവ് എന്താ ചീനമുളക് ഇട്ടിട്ട് വെക്കാൻ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു തുടം വെളുത്തുള്ളി. പിന്നെ മഞ്ഞൾപ്പൊടി, ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ ഉപ്പ്, പിന്നെ കുറച്ച് പെരിഞ്ജീരകം കേട്ടോ. ഒരു അര സ്പൂണ് പെരിഞ്ജീരകം കൂടി ഇട്ടിട്ടുണ്ട്. സാധാരണ കുറവാണ് ഉപയോഗിക്കല്ലേ പെരിഞ്ജീരകം? നല്ലൊരു മണമാണ് ഈ ഇതിലിട്ടിട്ടുണ്ടെങ്കിൽ. ഇതൊന്ന് അരച്ചെടുക്കട്ടെ. നന്നായി അരക്കണം കേട്ടോ. ഉപ്പ് നോക്കട്ടെ കേട്ടോ. ഉണ്ട്. മറ്റേ മുളക് വേണ്ട, ചുവപ്പ് വേണ്ട. ഇനി ഇതൊന്ന് ഇതിൽ പെരട്ടണം കേട്ടോ. കയ്യ് എന്താവുമോ എന്തോ. നല്ല സോപ്പിട്ട് കഴുകണം. പച്ച കളറാവും അതിൻ്റെ മസാല. എന്താ വെച്ചാൽ മുളക് പൊടി ഇടാത്ത കാരണം. 2 മണിക്കൂർ ഇരിക്കട്ടെ. അതെ, നല്ല പിടിക്കട്ടെ. വെച്ചിട്ടോ. ഇനി ഒരു മണിക്കൂർ ഒപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എത്തിയില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങോട്ട് വറക്കാം. ചൂടോടെ വറക്കുമ്പോഴേ. അതെ, ചൂടോടെ ഇപ്പൊ തന്നെ വറക്കണ്ട. പിന്നെ 2 മണിക്കൂർ ഇരിക്കട്ടെ. 2 മണിക്കൂർ 3:15 വറുത്താൽ മതി. ഫ്രൈ ചെയ്യാറായാ? ഇനി ഫ്രൈ ചെയ്യട്ടെ. ഒരു 2 മണിക്കൂറൊക്കെ ആയിട്ടോ ആക്കി വെച്ചിട്ട്. മുകളില് നല്ല പണി നടക്കുന്നുണ്ട്. അതിൻ്റെ ശബ്ദമാണ്, ഭയങ്കര സൗണ്ട്. അധികം എണ്ണ മുക്കി പൊരിക്കണമൊന്നുമില്ല കേട്ടോ. കുറച്ച് എണ്ണ പാരുന്നുള്ളൂ. ശരിക്കും മീന് മുക്കി പൊരിക്കണം. മുക്കി പൊരിക്കണില്ല. 2-3 കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇതാവും. ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഫസ്റ്റ് ട്രിപ്പായിട്ടോ. കഴിഞ്ഞോ? ഒന്നും കൂടി ഉണ്ട് കേട്ടോ. ഫിഷ് ഫ്രൈ
കിങ് ഫിഷ് സുറുമൈ. ഫ്രൈ. ഒരു മിനിറ്റ് കേട്ടോ. നല്ല കോമ്പിനേഷൻ അല്ലേ? സാമ്പാറും മത്സ്യം വറുത്തതും മുരിങ്ങക്കായ സാമ്പാറും. പിഴിയട്ടെ. കഴിച്ചൊക്കെ അല്ല, നിങ്ങൾ കഴിച്ചതാണല്ലോ അല്ലേ ഹോട്ടലിൽ നിന്ന്? ഓ, എരിവൊക്കെ ഉണ്ടോ? അതെയാ, നല്ല എരിവുണ്ട്. ആയിട്ടില്ലേ? പിടിച്ചിട്ടില്ലേ എരിവ്? വരുന്നുണ്ട്. ഒരു എന്താ പറയാ, സെപ്പറേറ്റ് ഒരു ഇതുണ്ടോ? മറ്റേതിനേക്കാൾ വ്യത്യാസമുണ്ട് കുറച്ച് ടേസ്റ്റ്. അതെ, ഫ്ലേവർ ഉണ്ടാവും. മറ്റേ എന്താണ് എൻ്റെ കുത്തല്, എൻ്റെ ഈ ചീനമുളകിൻ്റെ അല്ലേ ടേസ്റ്റ്? ചീനമുളകിന്റെ ടേസ്റ്റ് വരുന്നത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയാം കേട്ടോ. നമുക്കൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഞങ്ങളിന്ന് അങ്ങനെ ഇവിടെ ഈദുവിൻ്റെ ജയൻ്റെ ഫ്ലാറ്റിൻ്റെ അടുത്ത് ഒരു ഷോപ്പുണ്ട്. ഫ്രഷ് വോഴ്സ് എന്നാണ് പേരിട്ടോ. നല്ല എല്ലാവിധ ഈ ഗോതമ്പ് പൊടി, അരിപ്പൊടി ഇതൊക്കെ അപ്പോഴേക്കപ്പോഴേ പൊടിച്ച് കിട്ടും. അതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്ക് മില്ലറ്റുകൾ എല്ലാം പൊടിച്ച് തരും. മൾട്ടി മില്ലറ്റ് ദോശ കാണുമ്പോൾ തന്നെ ഒന്ന് വാങ്ങിപ്പോകും. അതാണ് അതിൻ്റെ വില ഇല്ല എന്ന് പറയുന്നില്ല, വില ഉണ്ട്. ഡേറ്റ്സുകൾ ഏത് ടൈപ്പ് വേണം. പക്ഷെ ഇതൊരു സൂപ്പർ മാർക്കറ്റ് പോലെയല്ല കേട്ടോ. ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് വേണ്ട ഉപയോഗിക്കുന്ന സാധനങ്ങൾ അത് മാത്രം ഇവിടെ ഇങ്ങനെ ഇതായിട്ട് ഇത്രയും വിപുലമായിരുന്നില്ല സ്റ്റാർട്ടിങ്ങിലെന്ന് തോന്നുന്നു. ഇവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ ഞാനൊക്കെ ഉണ്ടാക്കില്ല ഈ പൂവപ്പൊടിയുടെ വില കണ്ട 1450 റുപ്യാണ്. ഒറിജിനൽ സാധനമായിരിക്കും. ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഒരു 2-3 കിലോ ഒക്കെ ഉണ്ടായി. എല്ലാവിധ സാധനങ്ങളുണ്ട്. എന്താ മേടിച്ചു കഴിഞ്ഞാ? ഇല്ലേ, ഗോതമ്പ് മേടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് മാവ് പിന്നെ അങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുന്ന കായ ഉണക്കിയത്. പിന്നെ ഇതെന്താ പറയുക, ചക്ക, പച്ച ചക്ക ഉണക്കിയത് കേട്ടോ. ഇത് തന്നെ ഫ്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മൾ പൊടിയായിട്ട് എന്താണ് ചപ്പാത്തിയുടെ കൂടി ഒക്കെ ഇതിൻ്റെ പൊടി ഇട്ടിട്ട് കഴിക്കാം. ഇത് വെർജിൻ ഓയിൽ കേട്ടോ. നമ്മൾ നാളികേരം വെന്ത വെളിച്ചെണ്ണ കുട്ടികളെയൊക്കെ തേപ്പിക്കാനും പിന്നെ നമുക്കത് ഒരു സ്പൂണ് ദിവസം കഴിക്കുന്നത് നല്ലതാണ്. വില നോക്കിയാ വില ഉണ്ടാവും. വെർജിൻ കോക്കനട്ട് ഓയിൽ പറഞ്ഞാൽ നല്ല വില. അതേമാതിരി നെയ്യ് നോക്കി വെക്കും. നെയ്യ് പ്യുവർ നെയ്യാണ്. അതിൻ്റെ വിലയും അതിനനുസരിച്ചുണ്ട്. എന്താ പറയുക, ഇത് നല്ല ഒക്കെ നല്ല സാധനങ്ങളാട്ടോ. കഴിഞ്ഞോ? അപ്പോൾ ഇവിടുത്തെ ഷോപ്പിംഗ് അവസാനിച്ചു. എന്താ ഇതിൻ്റെ പേര്? ഫ്രഷ് വാഷ്. തലയിൽ തേക്കുന്നതാ മിക്കി ബേബി? ഇങ്ങോട്ട് നോക്കൂ. ഇന്നത്തെ ഇവിടുത്തെ ചെറിയ ഒരു ഷോപ്പിംഗ്, സ്മോൾ ഷോപ്പിംഗ്, അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം.